അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബില്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, CH മുസ്തഫയുടെ ഒരു ഖുത്ബയുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ദിവസം നടത്തിയ ഖുത്ബ. അതിന് മൂപ്പർ ബഹുഭാര്യത്വമാണ് കൈകാര്യം ചെയ്യുന്നത്. ലോകത്ത് ഇന്ന് വളരെയേറെ ചർച്ച ചെയ്യപ്പെടേണ്ടുന്നതും സമൂഹത്തെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്നതുമായ ഒരു പ്രശ്നമാണ് ബഹുഭാര്യത്വം എന്ന നിലക്കാണ് ആയിരിക്കണം മുസ്തഫ അത് കൈകാര്യം ചെയ്യുന്നത്. മനുഷ്യനെ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നത്തിലും മുസ്തഫക്ക് അഭിപ്രായങ്ങളൊന്നുമില്ല. കാരണം അത് തൻ്റെ നിലപാടിന് വിരുദ്ധമാണ്, മാനവികതയ്ക്ക് വിരുദ്ധമാണത്. ലോകത്ത് അക്രമവും അനീതിയും നടമാടുണ്ട്. ആ അക്രമങ്ങൾ അനീതിയും ആരൊക്കെയാണ് ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നത് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. എന്നാൽ അത്തരം കാര്യങ്ങളിലൊന്നും മൂപ്പർക്കൊരു താല്പര്യമില്ല. മൂപ്പർക്ക് മുസ്ലിങ്ങൾ ഏതോ നിലക്ക് അംഗീകരിക്കുന്ന, എന്നാൽ അത് വ്യാപകമായി അവർ പ്രാവർത്തികമാക്കുന്നുണ്ടാവില്ല, അത് ഇസ്ലാമിൽ അനുവദനീയമാണ് എന്ന രീതിയിലൊക്കെയാണ് അവർ പലപ്പോഴും അതിനെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് പുലർത്തുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തിട്ടിട്ട് മുസ്ലിങ്ങളെ വീപ്പലക്കുക, അല്ലെങ്കിൽ അവരെ അവഹേളിക്കുക, അധിക്ഷേപിക്കുക, എന്നിട്ട് താനൊരു മാനവികവാദിയാണ്, താനൊരു മതേതരവാദിയാണ്, യുക്തി അനുസരിച്ചാണ് താൻ കാര്യങ്ങൾ കൈയാളുന്നത് എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള വിഫല ശ്രമമാണ് യഥാർത്ഥത്തിൽ മുസ്തഫ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ബഹുഭാര്യത്വം കൈയാളുന്നത്. എന്നിട്ട് അദ്ദേഹം പറയണത് എന്താണ്? ബഹുഭാര്യത്വം ഇസ്ലാം അംഗീകരിച്ചതല്ല, ബഹുഭാര്യത്വം ഇസ്ലാം നിരോധിച്ചതാണ് എന്നേക്കാം. ഖുർആനിൽ ഒരായത്ത് പോലും ബഹുഭാര്യത്വത്തെ അനുകൂലിക്കുന്നതായി കാണുകയില്ല. അപ്പോൾ പിന്നെ ബഹുഭാര്യത്വം ആരുണ്ടാക്കിയതായിരുന്നു? അത് സംശയം എന്താണ്? അത് പുരോഹിതന്മാർ, മുആവിയ മതക്കാരുണ്ടാക്കിയതാണ്. ഇവിടെ മുസ്തഫ അങ്ങനെയൊക്കെ പറയണതിൽ നമുക്ക് അത്ഭുതമൊന്നുമില്ല. നേരത്തെ നമ്മുടെ നാട്ടിലൊരു മൗലവി ഉണ്ടായിരുന്നു. അദ്ദേഹം ബഹുഭാര്യത്വം ഇസ്ലാമികമല്ലാന്നും അതുകൊണ്ട് ഇന്ത്യയിൽ ബഹുഭാര്യത്വം നിരോധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യൻ പ്രസിഡന്റിന് മുമ്പിൽ മെമ്മോറാണ്ടമൊക്കെ സമർപ്പിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് മൂപ്പര് പോയിട്ട് രണ്ടാമത് വിവാഹം ചെയ്തിട്ടുള്ളത്. അപ്പം സ്വന്തം അവനവന് വേണമെങ്കിൽ അതൊക്കെ ആവാം, പക്ഷേ സമൂഹം മറ്റുള്ളവർ അത് കൊണ്ടുനടക്കാൻ പാടില്ല. ഞങ്ങൾ പറയുന്നതാണ് ദീന്, അതുകൊണ്ട് ഞങ്ങൾ പറയുന്നതേ നിങ്ങൾ അംഗീകരിക്കാവൂ എന്നുള്ള പൗരോഹിത്യത്തിൻ്റെ ഏറ്റവും ജുഗുപ്സാവഹമായിട്ടുള്ള നിലപാടുകളാണ് ഇത്തരം ആളുകൾ കൈക്കൊള്ളാറുള്ളത്. ഇവിടെ മുസ്തഫ പറയുന്ന ഒരു സംഗതി, ഇസ്ലാം ഒരു ഘട്ടത്തിൽ മാത്രമേ ബഹുഭാര്യത്വം അംഗീകരിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ മാത്രം. മറ്റു സാഹചര്യങ്ങളിലൊന്നും ഇസ്ലാം ബഹുഭാര്യത്വം അംഗീകരിച്ചിട്ടില്ല. ഈ ഇസ്ലാം അംഗീകരിച്ചിട്ടുള്ള ബഹുഭാര്യത്വം ഏത് സാഹചര്യത്തിലാണ്? അത് അനാഥ ബാലികമാരുമായി ബന്ധപ്പെട്ടതാണ്. സൂറത്ത് നിസായിലെ 3-ാമത്തെ ആയത്താണ് അദ്ദേഹം തെളിവ് ധരിക്കുന്നത്. എന്താണ് ആയത്ത്? വഇൻ ഖിഫ്തും അല്ലാ തുഖ്സിതു ഫിൽ യതാമ, അനാഥരുടെ കാര്യത്തിൽ നിങ്ങൾക്ക് നീതിപൂർവ്വം വർത്തിക്കാൻ കഴിയുകയില്ലെന്ന് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഫൻകിഹു മാ താബ ലക്കും മിനൻ നിസായി, നിങ്ങൾ മറ്റ് സ്ത്രീകളിൽ നിന്ന് മഥനാ വസുലാസ വറുബായ 2, 3, 4 കെട്ടിക്കൊള്ളുക. ഫഇൻ ഖിഫ്തും അല്ലാ തഅദിലു ഫവാഹിദത്തൻ, അതിന് നീതിപൂർവ്വം വർത്തിക്കാൻ കഴിയില്ലാന്ന് കണ്ടാൽ പിന്നെ ഒന്നേ പാടുള്ളൂ. ഇതാണ് അദ്ദേഹത്തിൻ്റെ തെളിവ്. ഇവിടെ അദ്ദേഹം പറയുന്നത്, ഇവിടെ ഇത് കണ്ടീഷണലാണ്. കണ്ടീഷൻ ഉണ്ടെങ്കിൽ കണ്ടീഷൻ അനുസൃതമായിട്ടേ പ്രവർത്തിക്കാൻ പാടുള്ളൂ. ഇത് അറബി ഭാഷ അറിയുന്ന, പ്രാഥമികമായിട്ട് അറബി ഭാഷ അറിയുന്ന ആർക്കും മനസ്സിലാവുന്ന സംഗതിയാണെന്നാ. അപ്പോൾ ഇവിടെ ഉയരുന്ന ഒരു ചോദ്യം, ഈ അനാഥ കുട്ടികളുടെ കാര്യത്തിൽ നീതിപൂർവ്വം വർത്തിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ 2, 3 കെട്ടിക്കൊള്ളുക, 3, 4 കെട്ടിക്കൊള്ളുക എന്നുള്ളതിലെന്താ അർത്ഥമുള്ളത്? അനാഥ കുട്ടികൾ
ആ അനാഥ കുട്ടികളെ സംരക്ഷിക്കുക എന്നുള്ളതാണല്ലോ അനാഥകരോട് ചെയ്യേണ്ടത്. അതും പെണ്ണിട്ടുണുമായിട്ട് എന്ത് ബന്ധമുള്ളത്? അപ്പം മുസ്തഫൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ഈ ആയത്ത് തന്നെ നിരർത്ഥകമാണ്. അള്ളാഹുന്തോ വെറുതെ ഒരു കാര്യം പറഞ്ഞു എന്നേ വരുള്ളൂ. ഇവിടെ മുസ്തഫക്ക് താല്പര്യമുള്ളയിടത്ത് മുസ്തഫ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം അംഗീകരിക്കുന്നുണ്ട്. മുസ്തഫക്ക് തോന്നുന്നിടത്ത്, വേണ്ടാന്ന് തോന്നുന്നിടത്ത് മുസ്തഫ അത് നിരാകരിക്കുകയും ചെയ്യുന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഈ ആയത്ത് അവതരിക്കാനുണ്ടായിട്ടുള്ള കാരണവും പശ്ചാത്തലവും എന്ന് പരിശോധിച്ചാൽ ബോധ്യമാവുന്നൊരു സംഗതിയാണെന്ത്? അറേബ്യയിൽ അന്ന് നിലവിലുണ്ടായിരുന്ന രീതി, ആ രീതിയെ നിരാകരിക്കുകയാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ ഒന്നാമതായി ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഒരാൾ മരിച്ചാൽ അവരുടെ കാടൻ നിയമം അനുസരിച്ച് ആ മരിച്ച ആളുടെ സമ്പത്ത് ആ കുടുംബത്തിലെ കയ്യൂക്കുള്ള ആൾ, സ്വാധീനമുള്ള ആൾ കയ്യടക്കുകയും ആ കുടുംബത്തിൽ ആ മരിച്ച ആളുടെ പെൺകുട്ടികളെ ഇയാളുടെ കീഴിൽ കൊണ്ടുവരികയും ചെയ്യും. എന്നിട്ട് അയാൾക്ക് വിവാഹം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ പെൺകുട്ടികളെ അയാൾ തന്നെ വിവാഹം ചെയ്തു എന്ന് വരും. അല്ലെങ്കിൽ ആ പെൺകുട്ടികളെ നല്ല വിവാഹമൂല്യമൊക്കെ കൊടുക്കുന്ന ആർക്കെങ്കിലും വിവാഹം ചെയ്തു കൊടുക്കും. ഇനി അതൊന്നും കിട്ടൂലെന്ന് കണ്ടാൽ, അല്ലെങ്കിൽ കാണാനൊന്നും കൊള്ളാത്ത കുട്ടികളാണെങ്കിലോ അവരെ അടിമകളെപ്പോലെ തൻ്റെ പരിധിയിൽ നിർത്തും. എന്നിട്ട് ഈ കുട്ടികളുടെ സമ്പത്ത് രണ്ടായിരുന്നാലും ഇയാൾ കൈയടക്കും എന്നുള്ളതാണ്. അപ്പം ഈ ഒരു സാഹചര്യത്തിലാണ് വിശുദ്ധ ഖുർആനിൽ ഈ ആയത്തിറങ്ങുന്നത്. വൈൻ ഖിഫ്തും അല്ലാ തുഖ്സിതു ഫിൽ യതാമ, നിങ്ങൾ അനാഥരുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നു. അനാഥരുടെ സംരക്ഷണം ഏറ്റെടുക്കുമ്പോൾ അവരോട് മാന്യമായിട്ട് നീതിപൂർവ്വം പെരുമാറേണ്ടതുണ്ട്. അത് നിങ്ങൾക്ക് പെരുമാറാൻ കഴിയില്ലാന്ന് കാണുകയാണെങ്കിൽ ആ പെൺകുട്ടികളെ നിങ്ങൾ എന്ത് ചെയ്യണം? അവരെ നിങ്ങൾ വിവാഹം ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിധത്തിൽ നിങ്ങളുടെ സാമ്പത്തിക താല്പര്യം നേടിയെടുക്കാൻ പാകത്തിൽ അവരെ വിവാഹം ചെയ്തു കൊടുക്കുകയല്ല വേണ്ടത്. അവരോട് മാന്യമായി പെരുമാറുകയും അവരുടെ സമ്പത്ത് അവരുടേത് എന്നുള്ളവർക്ക് അവർക്ക് കൈകാര്യം ചെയ്യാൻ വിട്ടുകൊടുത്ത് അവരെ മാന്യമായിട്ട് വിവാഹം ചെയ്ത് അയക്കുകയാണ് വേണ്ടത്. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യം. ഇത് യഥാർത്ഥത്തിൽ ബഹുഭാര്യത്വം അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കണ്ടീഷനേ അല്ല എന്നുള്ളതാണ്. കാരണം അങ്ങനെ ഒരു കണ്ടീഷന് ഇവിടെ ഒരു പ്രസക്തിയില്ല. അനാഥരോട് നീതിപൂർവം പെരുമാറാൻ കഴിയുമെങ്കിൽ ചെയ്യേണ്ടത് ആ അനാഥരുടെ സമ്പത്തും അനാഥരെയും മറ്റാരെങ്കിലും ഏൽപ്പിച്ച് കഴിയുകയെന്നുള്ളതാണല്ലോ. അല്ലാതെ ഈ അനാഥ കുട്ടികളല്ലാത്ത, അനാഥ പെൺകുട്ടികളല്ലാത്ത മറ്റ് സ്ത്രീകളെ നിങ്ങൾ വിവാഹം ചെയ്തു കൊള്ളുക. അതുകൊണ്ട് എങ്ങനെയാണ് ഈ അനാഥരോട് നീതിപൂർവ്വം വർത്തിക്കാൻ കഴിയുക? അപ്പോൾ ഇവിടെ പറയുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിലുള്ളൊരു കണ്ടീഷനേ അല്ല. അവിടെ നടമാടിയിരുന്ന ഒരു രീതിയെ ഖുർആൻ കൈകാര്യം ചെയ്യുകയും അത് നിരോധിക്കുകയുമാണ് ഇവിടെ ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് വിവാഹം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ വിട്ടിട്ട് ഈ പെൺകുട്ടികളെ വിവാഹം ചെയ്യണമെന്നല്ല ഇവിടെ പറയുന്നത്. ഫങ്കിഹു മാതാബലക്കും മിനൻ നിസായി എന്ന് അറിയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? മുസ്തഫ പറയണ അനുസരിച്ചാണെങ്കിൽ ഈ പെൺകുട്ടികളെ നിങ്ങൾക്ക് നീതിപൂർവ്വം ചെയ്യാൻ കൈകാര്യം ചെയ്യാൻ കഴിയില്ലെങ്കിൽ പറഞ്ഞാൽ അവരെ നിങ്ങൾക്ക് നീതിപൂർവ്വം വിവാഹം ചെയ്യാൻ കഴിയില്ലെങ്കിൽ എന്നായിരിക്കണം അതിൻ്റെ അർത്ഥം. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ഫങ്കിഹു മാതാബലക്കും മിനൻ നിസായി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേറെ പെണ്ണുങ്ങളെ വിവാഹം ചെയ്തോളി എന്നുള്ളതിന് അർത്ഥം ഉണ്ടാവില്ല. അപ്പോൾ മുസ്തഫ പറയുന്ന കണ്ടീഷനല്ല ഈ ആയത്ത് ഉൾക്കൊള്ളുന്ന കണ്ടീഷൻ എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇല്ലെങ്കിൽ പിന്നെ ഈ കണ്ടീഷന് യാതൊരു അർത്ഥവും ഇല്ലാന്നാണ് വരിക. അപ്പോൾ ഖുർആന് ബഹുഭാര്യത്വം അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അംഗീകരിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഈ ആയത്ത് തന്നെയാണ്. ഫങ്കിഹു മാതാബലക്കും മിനൻ നിസായി മഥനാ വസുലാസ വറുബാ, നിങ്ങൾക്ക് താല്പര്യമുള്ള മറ്റ് സ്ത്രീകളിൽ നിന്ന് 2, 3, 4 പെണ്ണുങ്ങളെ നിങ്ങൾക്ക് വിവാഹം ചെയ്യാം. ഇവരോട് മാന്യമായിട്ട് നീതിപൂർവ്വം വേറെ പെരുമാറേണ്ടതുണ്ട്. അവരെ നിങ്ങൾക്ക് ആ രീതിയിൽ കൈകാര്യം ചെയ്യണമെങ്കിൽ അവരെ നിങ്ങൾ മറ്റൊരു ഉത്തരവാദപ്പെട്ട ആളുകളെ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ അവരെ സ്വതന്ത്രമായിട്ട് വിടുകയോ ഒക്കെ ചെയ്യാം. മാത്രമല്ല അവരുടെ സമ്പത്തുമായി ബന്ധപ്പെട്ട് തുടർന്ന് ഖുർആൻ പറഞ്ഞത് എന്താ? തുടർന്ന് മാത്രമല്ല, അതിൻ്റെ തൊട്ട് മുകളിലും പറഞ്ഞത് വാത്തുല്യത്താമ അംവാലഹുന്ന, അനാഥർക്ക് അവരുടെ സമ്പത്ത് തിരിച്ചു നൽകണം. ഇത് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഇത് പറയേണ്ടി വന്നിട്ടുള്ളത് ഇവർ സമ്പത്ത് കൈയടക്കി വെച്ചിരുന്നത് കൊണ്ടാണ്. ആ അനാഥ കുട്ടികൾക്ക് അവരുടെ സമ്പത്ത് കൊടുക്കൂല. എന്നിട്ട് ആ സമ്പത്ത് കൈയടക്കുകയും
ഇവരെ വിവാഹത്തിലൂടെ അവർക്ക് കിട്ടുന്ന വിവാഹ മൂല്യമടക്കം കൈക്കലാക്കുകയും ചെയ്യുന്ന രീതിയാണ് അന്ന് വരെ സ്വീകരിച്ചിരുന്നത്. അപ്പോൾ അതിന് വിരുദ്ധമായിട്ടാണ് ഇവിടെ ഖുർആൻ ഈ സംഗതി പറയുന്നത്. അപ്പോൾ ഫങ്കിഹു മാ താബലക്കും മിനൻ നിസായി മസ്നാ വസുലാസ വറുബാ. എന്നിട്ട് പിന്നെ പറഞ്ഞത് എന്താ? ഫൈൻ ഖിഫ്തും അല്ലാ തഅദിലു, നിങ്ങൾക്ക് നീതിപൂർവം വർത്തിക്കാനാവുകയില്ല എന്ന് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഫവാഹിദത്തൻ, ഒരാളെ നിങ്ങൾ വിവാഹം ചെയ്യാൻ പാടുള്ളൂ. അപ്പോഴും അവിടെ ബഹുഭാര്യത്വം അനുവദനീയമാണെന്നാണ് വരിക. നീതിപൂർവ്വം വിവാഹം ചെയ്യാൻ ഇവരോട് വർത്തിക്കാൻ കഴിയുമെന്ന് കണ്ടാലേ നിങ്ങൾക്ക് ഒന്നിലധികം 4 പേരെ വിവാഹം ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അത് അനുവദനീയമാണ്. അത് സാധ്യമല്ലെങ്കിൽ പിന്നെ നിങ്ങൾ 1 മതിയാക്കണം എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഇവിടെ എവിടെയാണ് ഖുർആൻ ബഹുഭാര്യത്വത്തെ നിരോധിച്ചിട്ടുള്ളത്? അപ്പോൾ പണ്ടേതോ ഒരു മൗലവി ചോദിച്ചിട്ടുണ്ട്, പിന്നെ അദ്ദേഹം ഖുർആൻ ഓതിയിട്ട് തൊള്ളയിൽ വന്നതൊക്കെ പിന്നെ വിളിച്ചു പറയുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ആരോ ചോദിച്ചു, എന്താണ് വായി മൗലവി നിങ്ങൾ ഖുർആൻ ഓതിയിട്ട് ഇങ്ങനെയൊക്കെ പറയണതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്, എന്താ മായിന്ന് ഖുർആൻ ഓതിയതുള്ളതുകൊണ്ട് വേറൊന്നും പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളെ മുസ്തഫൻ്റെ അവസ്ഥ. മുസ്തഫ ഖുർആൻ ഓതുന്നു, എന്നിട്ട് വായിൽ വന്നതൊക്കെ വിളിച്ചു പറയുന്നു എന്നുള്ളതാണ്. ഇനി മാത്രവുമല്ല, ഇസ്ലാമിക സമൂഹം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം തൊട്ട് ഇന്ന് വരെ മുസ്ലിം സമൂഹം അംഗീകരിച്ചു പോന്നിട്ടുള്ളൊരു സംഗതിയാണ് ബഹുഭാര്യത്വം അനുവദനീയമാണെന്നുള്ളത്. അത് ഗവൺമെന്റിന് നിയന്ത്രിക്കാമോ, അതുപോലെ തന്നെ ഗവൺമെന്റിന് ഒരാളുടെ ഇതുപോലുള്ള കാര്യങ്ങളിൽ ഇടപെടാമോ, അയാൾക്ക് ഒന്നിലധികം വിവാഹത്തിന് അനുവാദം നൽകാമോ അല്ലേ, അതൊക്കെ മറ്റൊരു സംഗതിയാണ്. അടിസ്ഥാനപരമായി ഇസ്ലാം ബഹുഭാര്യത്തെ നിരോധിച്ചിട്ടുണ്ടോ, അനുവദിച്ചിട്ടുണ്ടോ? ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട് എന്നതാണ് വസ്തുത. അതുകൊണ്ടാണ് ഇതേ സൂറത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു സംഗതി, നിങ്ങൾക്ക് വലൻ തസ്തത്തിഉ അൻ തഅദിലു ബൈനൻ നിസാഇ വലൗ ഹറസ്തും, നിങ്ങൾ എത്ര തന്നെ ആഗ്രഹിച്ചാലും ഭാര്യമാർക്കിടയിൽ നീതിപൂർവ്വം വർത്തിക്കാൻ നിങ്ങൾക്കാവുകയില്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. വലൻ തസ്തത്തിഉ അൻ തഅദിലു ബൈനൻ നിസാഇ വലൗ ഹറസ്തും. അതുകൊണ്ട് ഫലാ തമീലു കുല്ലൽ മൈലി, നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ത്രീയിലേക്ക് മാത്രമായിട്ട് ചാഞ്ഞു പോകാൻ പാടില്ല. എല്ലാവരോടും തുല്യനിലയിൽ വർത്തിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാതിരുന്നാൽ സംഭവിക്കുക ഫതദറുഹ കൽ മുഅല്ലഖത്തി, മറ്റേ പെണ്ണുങ്ങളെ നിങ്ങൾ കെട്ടിട്ട ആളുകളെ പോലെ മാറ്റിക്കളയാണ് ചെയ്യാന്ന്. അപ്പം നീതിപൂർവ്വം വർത്തിക്കണമെങ്കിൽ ഒരു സ്ത്രീയോട് വർത്തിക്കണതിനെ പറ്റിയല്ല ഇവിടെ പറയുന്നത്, ഒന്നധികം സ്ത്രീകളോട് വർത്തിക്കണതിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഖുർആൻ അംഗീകരിച്ചതും മുസ്ലിം സമൂഹം നാളിതുവരെ അംഗീകരിച്ചു പോന്നിട്ടുള്ളതുമായിട്ടുള്ള ഒരു സംഗതിയാണ് ഇവിടെ മുസ്തഫ നിരാകരിക്കുന്നത്. ഏതായിരുന്നാലും ഒരു കണ്ടീഷനോടുകൂടി ബഹുഭാര്യത്വം അനുവദനീയമാണെന്ന് മുസ്തഫി അംഗീകരിച്ചതിന് മുപ്പരോട് നമ്മൾക്ക് നന്ദി പറയാം. പിന്നെ ഇതൊക്കെ കേട്ടാൽ തോന്നുന്ന മുസ്ലിം സമൂഹത്തിൽ പിന്നെ എല്ലാവരും തന്നെ ഒന്നിലധികം പെണ്ണിട്ടണ രീതിയാണുള്ളത്. മുസ്തഫ എന്നാ പറയുന്ന സംഗതി ഉണ്ട്, മുസ്ലിങ്ങളിൽ അത്രമാത്രം ബഹുഭാര്യത്വം നടക്കുന്നില്ല. എന്നാൽ ഇവിടെ ആരിലാണ് ഈ ബഹുഭാര്യത്വം കൂടുതലുള്ളതെന്ന് മൂപ്പർ പറയില്ല. കാരണം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂപ്പർക്കുള്ള പിന്തുണ നഷ്ടപ്പെടും. ഇവിടെ ആകെ മുസ്ലിങ്ങളുടെ മേൽ കുതിര കയറുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ താല്പര്യം. ആ കുതിര കയറാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ താല്പര്യത്തിനനുസരിച്ചാണ് ഇങ്ങനെയുള്ള മൗലവിമാരടക്കം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് മുസ്തഫ ഇവിടെ ഈ ബഹുഭാര്യത്വം എടുത്തിടുന്നതിൻ്റെ ഉദ്ദേശവും. അല്ലാതെ മുസ്തഫയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം, ഖുർആൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുസ്ലിം സമൂഹം ഇതൊന്നും മൂപ്പർക്ക് വലിയ പ്രശ്നമൊന്നുമല്ല. മൂപ്പർക്ക് കിട്ടേണ്ടത് കിട്ടണം. ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം എന്ന് പറഞ്ഞല്ലോ. ഇതാണ് മുസ്തഫയുടെ മനോഗതം എന്ന് പറഞ്ഞാൽ. അതിനനുസരിച്ച് മുസ്തഫ ഖുർആൻ ആയത്തുകൾ ഓതുന്നു, എന്നിട്ട് അതിനെ ദുർവ്യാഖ്യാനിക്കുന്നു, തനിക്ക് തോന്നിയത് ഇസ്ലാമിൻ്റെ നിയമമായിട്ട് മൂപ്പര് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അതാണ് മുസ്തഫയുടെ ഇസ്ലാം. അതേ മുസ്തഫ തന്നെയാണ് ഇസ്ലാം എന്നത് ഒരു പേരല്ലാന്നും അത് അള്ളാഹുവിനുള്ള വിധേയത്വം എന്ന അർത്ഥത്തിൽ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നൊക്കെ മൂപ്പരുടെ കിതാബുകളിലൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ താനെന്താണ് പറയുന്നത്, താൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, താൻ എന്തിനാണ്ട് നിലകൊള്ളുന്നു
ഇതിലൊന്നും ഒരു വ്യക്തതയില്ലാത്ത ഒരു മനുഷ്യനാണ് ഈ മുസ്തഫ എന്ന് പറയുന്ന സാധനം എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മുസ്തഫയുടെ ഇത്തരത്തിലുള്ള വാചാട്ടോപ്പങ്ങൾ അത് കേവലം അന്തരീക്ഷത്തിൽ ഈ എന്താണ് അന്തരീക്ഷ മലിനീകരണം എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, അതിന് മാത്രം ഉപകരിക്കുന്ന ഒരു സംഗതിയായിട്ട് മാത്രമേ മനസ്സിലാക്കപ്പെടേണ്ടതുള്ളൂ. ഖുർആനും മുസ്തഫയുമായിട്ടൊരു ബന്ധമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം.